വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ ആനന്ദത്തിന്റെ ആവേശത്തിന്റെ അലതകൾ തല്ലിക്കൊണ്ടാണ് വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കണേ, അപദാനങ്ങളെ പാടിപ്പുകഴ്ത്തണേ, അവിടുത്തെ പ്രകീർത്തിക്കണേ, അവിടുത്തെ പേരിൽ സന്തോഷിക്കുന്ന മജ്‌ലിസുകളെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ നമുക്ക് വേറൊരു രക്ഷയില്ല. പ്രതീക്ഷയുടെ തുരുത്താണ് റഹ്മത്തുൽ ലിൽ ആലമീൻ, താജ്ദാറെ മദീന, നൂറേ മുജസ്സം, സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടത്തെ വല്ലാതെ സ്നേഹിച്ചു സ്വഹാബ. പിന്നീട് കഴിഞ്ഞു വന്ന താബിഈങ്ങൾ ലോകത്തെ ആര് മഹാന്മാരായോ, ആര് വിലായത്തിന്റെ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് കയറി ചെന്നോ, വിലായത്തിന്റെ വലിയ അധികാരങ്ങളിലേക്ക് കയറിയോ, അള്ളാഹുവിന്റെ വലിയ സാമീപ്യവും പൊരുത്തവും നേടിയോ, അവരുടെ എല്ലാവരുടെയും പിന്നാലെ നമ്മളൊന്ന് പോയി നോക്കിയാൽ അവരെല്ലാവരും അതേ ഔന്നത്യത്തിന്റെ ഉന്നതിയിലേക്ക് അവരെ അടിവച്ചടിവച്ച് ഉയർന്നത് മഹബ്ബത്തു റസൂലില്ലാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടത്തോടുള്ള ഇഷ്ക് കൊണ്ടാണ്, അവിടത്തോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്, അവിടത്തോടുള്ള പ്രിയം കൊണ്ടാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ ഹദറാത്തിൽ സ്വഹാബത്ത് സമയം ചെലവഴിച്ചില്ലേ? ഓരോ നിമിഷവും അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയത് ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളായിരുന്നു. സയ്യിദുനാ തൗബാൻ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞ് എല്ലുപോലെയായി, ക്ഷീണിച്ച് അവശനായി. ചോദിച്ചു, അല്ലയോ തൗബാനേ, എന്തേ ഇങ്ങനെ ക്ഷീണിച്ചു പോയത്? മെലിഞ്ഞ് എല്ലുപോലെയായല്ലോ. യാ റസൂലല്ലാഹ്, എനിക്കൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ നബിയെ, നാളെ സ്വർഗീയമായ ലോകത്ത് എത്തിയാൽ എന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ ഹോബി മുത്തുനബിയെ കാണലാണ്, ആ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കലാണ്. എല്ലാ സമയവും മുത്തുനബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം. അതാണ് നബിയെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോബി, എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിലാഷവും അതാണ്. അതിനു വേണ്ടിയാണ് സമയം ചെലവഴിക്കുന്നത്. വീട്ടിലേക്ക് പോയാൽ കൂടുതൽ സമയം വീട്ടിൽ നിൽക്കൂല. നിസ്കാരം കഴിഞ്ഞ് മുത്തുനബി വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുമ്പോ ആ മുത്തുനബിയുടെ പൂമുഖത്തേക്ക് നോക്കി നിൽക്കാൻ വേണ്ടി ഇമാമിന്റെ വലതുഭാഗത്ത് എന്നും സ്ഥാനം പിടിക്കും സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ ഇപ്പോഴുള്ള ടെൻഷൻ എന്താണ്, വേദന എന്താണ്, പ്രയാസം എന്താണ്? നബിയേ, നാളെ സ്വർഗീയമായ ലോകത്ത് എത്തിയിട്ട് എനിക്ക് എന്റെ ഏറ്റവും വലിയ ഹോബിയാകുന്ന അവിടുത്തെ പൂമുഖം കാണാൻ കഴിയുമോ നബിയേ? സ്വർഗത്തിൽ അൻത ഫീ ദറജത്തിൻ നബീൻ അന ഫീ ദറജത്തിൽ അബീദ്. അവിടുന്ന് നബിമാരുടെ പദവിയിലല്ലയോ, വലിയ ഉന്നതമായ പദവിയിലല്ലയോ? ഞാൻ സാധാരണക്കാരനായ ഒരു അടിമയുടെ പദവിയിലല്ലയോ നബിയേ? എനിക്ക് അവിടുത്തെ കാണാൻ കഴിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവക്കാൻ തുടങ്ങി, നെറ്റിത്തടം വിയർക്കാൻ തുടങ്ങി, ആയത്തുകൾ ഇറങ്ങാൻ തുടങ്ങി. വമൻ യുതിഇല്ലാഹ വറസൂല ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവരെ, അവിടുത്തെ ഹുബ്ബ് വെക്കുന്നവരെ, അവിടുത്തെ പ്രിയം വെക്കുന്നവരെ, അവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നവരെ, അവരെ മുത്തുനബിയുടെ കൂടെയാണ്, സുദ്ദീഖീങ്ങളുടെ കൂടെയാണ്, നബിമാരുടെ കൂടെയാണ്, സ്വാലിഹീങ്ങളുടെ കൂടെയാണ്. മഹാനായ തൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ ആയത്ത് ഓതിക്കൊടുക്കുകയാണ്. സന്തോഷം കൊണ്ട് മതിമറക്കുകയാണ്. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ പിന്നീട് തൗബാൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നുള്ളൂ അത്രേ. അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയാണ്. സയ്യിദുനാ തൗബാൻ റളിയല്ലാഹു അൻഹു മെലിഞ്ഞ് എല്ലുപോലെ ഒട്ടിയ ശരീരമായി മാറിയത് ഏറ്റവും പ്രധാനമായി ചിന്തിച്ചത്, അല്ലാഹുവിന്റെ നബിയേ, സ്വർഗത്തിൽ കടക്കുന്നില്ല എങ്കിൽ പിന്നെ എന്നെ കൊണ്ടുപോവുക നരകത്തിലേക്കാണല്ലോ. ആ നരകത്തിലെത്തിയാൽ പിന്നെ എനിക്ക് എന്റെ മുത്തുനബിയെ കാണാൻ കഴിയൂലല്ലോ, എന്റെ മുത്തുനബിയുടെ മുഖം എനിക്ക് കാണാൻ കഴിയൂലല്ലോ നബിയെ. അത് ചിന്തിച്ചിട്ടാണ് ഞാൻ മെലിഞ്ഞ് എല്ലുപോലെയായത് എന്ന് സയ്യിദുനാ തൗബാൻ റളിയല്ലാഹു അൻഹു. ഓ മുഅ്മിനീങ്ങളെ,
മുഅ്മിനാത്തുകളെ, മഹബ്ബത്തിന് അതിരുകളില്ല. അതിന് അതേ ആ മഹബ്ബത്ത് നമ്മിൽ ധാരാളമായി ഉണ്ടാകണം. ഇഷ്ക് വെച്ച്, മഹബ്ബത്ത് വെച്ച്, പ്രിയം വെച്ച് ആ മുത്തുനബിയിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.